വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തിലെ സഭയ്ക്ക് എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ് 1 കൊറിന്ത്യർ. സഭയ്ക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാനും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുമാണ് ഈ കത്തെഴുതിയത്. ഇതിൻ്റെ ഉള്ളടക്കം ഇനി പറയുന്ന പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. 1. സഭയിലെ ഭിന്നതകൾ. അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ ഇത് വിശദമായി പറയുന്നു. സഭയിലുള്ളവർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തർക്കിക്കുന്നതിനെ പൗലോസ് ശക്തമായി എതിർക്കുന്നു. സഭയുടെ അടിസ്ഥാനം മനുഷ്യരല്ല, മറിച്ച് യേശു ക്രിസ്തുവാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ ജ്ഞാനത്തേക്കാൾ ദൈവത്തിന്റെ ഭോഷത്വം എന്ന് ലോകം കരുതുന്ന ക്രൂശിലെ മരണം എത്ര വലിയ ശക്തിയാണെന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു. 2. സദാചാരവും വിശുദ്ധിയും. 5, 6 അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സഭയ്ക്കുള്ളിലെ അധാർമികമായ ജീവിത രീതികളെ പൗലോസ് തിരുത്തുന്നു. വിശ്വാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ കോടതിയിൽ കൊണ്ടുപോകുന്നതിനെ അദ്ദേഹം വിലക്കുന്നു. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്ന പ്രശസ്തമായ വചനം ഈ ഭാഗത്താണ് വരുന്നത്. 3. വിവാഹവും അവിവാഹിത ജീവിതവും. 7-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. വിവാഹബന്ധത്തെക്കുറിച്ചും കർത്താവിനെ സേവിക്കാനായി അവിവാഹിതനായി തുടരുന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുന്നു. 4. ക്രിസ്തീയ സ്വാതന്ത്ര്യവും വിഗ്രഹാർപ്പിതവും. അധ്യായം 8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ സംസാരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാമോ എന്ന ചോദ്യത്തിന് തൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് തടസ്സമാകുന്നുവെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് സ്നേഹമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ മനസാക്ഷിയെ മാനിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. 5. ആരാധനയിലെ ക്രമങ്ങൾ. 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കർത്തൃമേശ, തിരുവത്താഴം എങ്ങനെ ഭക്തിയോടെ ആചരിക്കണം എന്ന് വിശദീകരിക്കുന്നു. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വ്യത്യസ്തമായ കഴിവുകൾ, പ്രവചനം, ഭാഷാപരം തുടങ്ങിയവ സഭയുടെ നന്മയ്ക്കായി ഉപയോഗിക്കണം. 13-ാം അധ്യായം സ്നേഹത്തിന്റെ അധ്യായമായി നമുക്ക് കാണാം. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിൽ ഒന്നാണ്. അറിവോ വരങ്ങളോ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്ന് പൗലോസ് പറയുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. 6. 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ വിശ്വാസികളും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന വലിയ പ്രത്യാശ അദ്ദേഹം പങ്കുവെക്കുന്നു. 16-ാം അധ്യായത്തിലെ ഉപസംഹാരത്തിൽ ദാനധർമ്മങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അവസാന വന്ദനങ്ങളും നൽകിക്കൊണ്ട് പൗലോസ് കത്ത് അവസാനിപ്പിക്കുന്നു. എല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം.